ഓൺലൈൻ മുഖേന ആക്സസറീസ് സെല്ല് ചെയ്യുന്ന ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യണം, അല്ലെങ്കിൽ ഓൺലൈൻ മുഖേന ആക്സസറീസ് സെല്ല് ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പാകും. പറയാനുള്ള കാരണം, ഒരു ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നതാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്നെല്ലാം പ്രൊഡക്റ്റ് സോഴ്സ് ചെയ്യണം, പ്രൊഡക്റ്റിനെ എങ്ങനെ കണ്ടെത്താം, അതേപോലെ എങ്ങനെ ഓൺലൈൻ മുഖേന മാർക്കറ്റിംഗ് ചെയ്യാം, അതേപോലെ എങ്ങനെ ഷിപ്പ് ചെയ്യാം തുടങ്ങിയ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നത്. എൻ്റെ പേര് ആൽബിൻ. ഇതേപോലെ അറിവുകൾക്ക് നിങ്ങൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ മുഖേന പ്രോഡക്റ്റുകൾ സെല്ല് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓൺലൈനിൽ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ജോയിൻ ചെയ്യാം. അത് മുഖേന നമുക്ക് പഠിക്കാം എങ്ങനെ ഓൺലൈൻ മുഖേന പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാം, അതേപോലെ എങ്ങനെ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാം എന്നത്. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ നോക്കാം. ആദ്യം നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ഒരു നിഷാണ്. ഒന്നും കൂടി എടുത്തു പറയുകയാണെങ്കിൽ മൈക്രോ നിഷിലോട്ട് നിങ്ങൾ എത്തണം. ആക്സസറീസ് എന്ന് പറയുന്ന സമയത്ത് ഒട്ടനവധി മേഖലകൾ കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏത് തരത്തിലുള്ള ആക്സസറീസ് ആണ് നിങ്ങൾ സെല്ല് ചെയ്യാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ ഏത് മൈക്രോ നിഷുമായി ബന്ധപ്പെട്ട ആക്സസറീസ് ആണ് നിങ്ങൾ സെല്ല് ചെയ്യാൻ വേണ്ടി പോകുന്നത്, അതാണ് ആദ്യഘട്ടത്തിൽ തന്നെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ലാപ്ടോപ്പ്, സ്മാർട്ട് ഫോൺ മുതലായവയുമായി ബന്ധപ്പെട്ട ആക്സസറീസ് ആണോ, വാഹനങ്ങളുമായി ബന്ധപ്പെട്ട ആക്സസറീസ് ആണോ, ജിമ്മുമായി ബന്ധപ്പെട്ടതാണോ, അങ്ങനെ ഏതെങ്കിലും ഒരു മൈക്രോ നിഷിലോട്ട് നിങ്ങളവിടെ എത്തണം. ഫസ്റ്റ് കണ്ടീഷൻ ഇതാണ്, ഏതെങ്കിലും ഒരു മൈക്രോ നിഷിലോട്ട് നിങ്ങളവിടെ എത്തണം. രണ്ടാമത്തെ കേസുകെട്ട് എന്ന് പറയുന്നത്, നിങ്ങളുടെ ബ്രാൻഡിലുള്ള പ്രൊഡക്റ്റ് വാങ്ങിച്ച ഒരു വ്യക്തി, ആ വ്യക്തിക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ അപ്സെല്ല് ചെയ്യാനോ, ക്രോസ് സെല്ല് ചെയ്യാനോ, നെക്സ്റ്റ് സെല്ല് ചെയ്യാനോ സാധിച്ചിരിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഒരു ഓൺലൈൻ മുഖേന ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് അതിന് വളരെയധികം എഫേർട്ട് അതിൻ്റെ പുറകിൽ വരുന്നുണ്ട്. സ്വാഭാവികമായും നമ്മൾ ഏത് ആക്സസറീസ് ആണോ സെല്ല് ചെയ്യുന്നത്, ആ ശൃംഖലയുമായി ബന്ധപ്പെട്ട പ്രൊഡക്റ്റുകളായിരിക്കണം ഉണ്ടാകേണ്ടത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ലാപ്ടോപ്പുമായി ബന്ധപ്പെട്ട കുറച്ച് ആക്സസറീസ് സെല്ല് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് ബിൽഡ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് ഇതേപോലെ ലാപ്ടോപ്പ് നിൽക്കുന്ന സ്റ്റാൻഡ് ആയിരിക്കും ആദ്യഘട്ടത്തിൽ ആവശ്യമായി വരുന്നത്. നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പോകുന്ന സമയത്ത് ഇപ്പോഴുള്ള ബഹുഭൂരിപക്ഷ ലാപ്ടോപ്പുകൾ യൂസേഴ്സും, പ്രത്യേകിച്ച് മാക്ബുക്ക് യൂസേഴ്സ് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം, അവർക്ക് ഒരു പോർട്ടേ ഉള്ളൂ. അവിടെ അവർക്ക് SD കാർഡ് കണക്ട് ചെയ്യണം, ഇനി സ്മാർട്ട് ഫോൺ കണക്ട് ചെയ്യേണ്ടതായിട്ട് വരും, ഇനി അതല്ലെങ്കിൽ പെൻഡ്രൈവ് കണക്ട് ചെയ്യേണ്ടത് വരും, ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യേണ്ടത് വരും. അപ്പോൾ അവിടെ സ്ലോട്ടിൻ്റെ കുറവുണ്ട്. അപ്പോൾ അഡീഷണലി സ്ലോട്ട് കണക്ട് ചെയ്യാനുള്ള മാർഗം, അതുകൂടാതെ തന്നെ അടുത്ത ആ വ്യക്തി അനുഭവിക്കുന്ന പ്രശ്നമായിരിക്കും എക്സ്റ്റൻഷൻ എന്നത്. അതായത് അവൻ്റെ കയ്യിൽ തന്നെ പല ഗാഡ്ജറ്റുകളുണ്ട്, ഇതെല്ലാം തന്നെ ചാർജ് ചെയ്യണം, അപ്പോൾ എക്സ്റ്റൻഷനുകൾ വേണം. അതുകൂടാതെ തന്നെ പലപ്പോഴും അഡാപ്റ്റർ പലപ്പോഴും നമ്മൾ കൊണ്ടു നടക്കാറില്ല. അങ്ങനെയാണെങ്കിൽ അഡാപ്റ്റർ കണക്റ്റബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്ന എക്സ്റ്റൻഷനുകളായിരിക്കും അവർക്ക് ആവശ്യമായി വരുന്നത്. അപ്പോൾ ഒരു നിഷിനെ എടുത്ത ശേഷം അതിൽ പല പല പ്രോബ്ലംസിനെ സോൾവ് ചെയ്യുന്ന തരത്തിലുള്ള പ്രൊഡക്റ്റുകളായിരിക്കണം നമ്മൾ അവിടെ ചൂസ് ചെയ്യേണ്ടത്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അപ്സെല്ല് ചെയ്യാനും, ക്രോസ് സെല്ല് ചെയ്യാനും, നെക്സ്റ്റ് സെല്ല് ചെയ്യാനും ഉള്ള സാധ്യത അവിടെയുണ്ട്. അപ്പോൾ ഒരു പ്രോബ്ലംസിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകളായിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാനും സിമ്പിളായിരിക്കും. അത് മുഖേന കസ്റ്റമറെ വളരെ വേഗത്തിൽ അക്വയർ ചെയ്യാനും സാധിക്കുകയും ചെയ്യും. നോർമലി ബഹുഭൂരിപക്ഷ ബിസിനസ് അനുഭവിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് സെയിൽസ് കുറവായിരിക്കും എന്നതാണ്. അതായത് ഡെഡ് സ്റ്റോക്കുകളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബിസിനസ്സിൽ 80% പ്രൊഡക്റ്റുകൾ സാവധാനം വിറ്റഴിയപ്പെടുന്നവയും 20% പ്രൊഡക്റ്റുകൾ വേഗത്തിൽ വിറ്റഴിയപ്പെടുന്നവയുമാണ്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായും ഒരു മൈക്രോ നിഷിലുള്ള വിവിധ പ്രോബ്ലംസിനെയാണ് നമ്മളവിടെ അഡ്രസ്സ് ചെയ്യുന്നത്, സോൾവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സെയിൽസ് പരമാവധി വർദ്ധിപ്പിക്കാൻ, വോളിയം വർദ്ധിപ്പിക്കാൻ ഇതിലൂടെ സാധിക്കുകയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ ബെനിഫിറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യഘട്ടത്തിൽ നോക്കേണ്ടത് ഒരു മൈക്രോ നിഷിലോട്ട് നിങ്ങൾ മാറുക എന്നതാണ്. അത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏത് മൈക്രോ നിഷ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അടുത്തത്, നിങ്ങൾ അവിടെ ലീഗലുമായി ബന്ധപ്പെട്ടതാണ്. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ LLP ആയിട്ടോ, പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ടോ, പാർട്ട്ണർഷിപ്പ് ആയിട്ടോ രജിസ്റ്റർ ചെയ്യാം. അതേ കൂടെ തന്നെ ഒരു GST കൂടി എടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ പ്ലേസ് കണ്ടെത്തണം,
അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇതെല്ലാം തന്നെ ആക്ടിവിറ്റികൾ ചെയ്യേണ്ടത്, ലീഗൽ ഡോക്യുമെൻറ്റുകളുമായി ബന്ധപ്പെട്ട വർക്ക്. അതിനുശേഷം പ്രൊഡക്റ്റ് സോഴ്സ് ചെയ്യണം. ഒന്നുകിൽ നിങ്ങൾക്ക് ചൈനയിൽ നിന്ന് സോഴ്സ് ചെയ്യാം, അതും നിങ്ങളുടെ ബ്രാൻഡിൽ. അതല്ലെങ്കിൽ ധാരാളം ബ്രാൻഡുകൾ അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിച്ച് തരുന്ന ധാരാളം ബ്രാൻഡുകൾ ഇന്ന് കേരളത്തിൽ തന്നെ ഉണ്ട്, ഇന്ത്യയിലുണ്ട്. അത്തരം ബ്രാൻഡുകളുമായി കണക്ട് ചെയ്തുകൊണ്ട് പ്രൈവറ്റ് ലേബൽ ചെയ്തുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വിൽക്കാം. ഇനി അതല്ലെങ്കിൽ മാനുഫാക്ചറിങ് ചെയ്യാനാണെങ്കിൽ 3D പ്രിൻറ്റിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടേതായ ബ്രാൻഡിൽ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്തെടുക്കാനുള്ള സംവിധാനവും ഇന്ന് ഇന്ത്യയിലുണ്ട്. അത്തരം ആൾക്കാരുമായി കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് അതിലൂടെ സോഴ്സ് ചെയ്യുകയും ചെയ്യും. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇന്ത്യ മാർട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇത് സെല്ല് ചെയ്യണം. സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ലിസ്റ്റ് ചെയ്യാം. അതുകൂടാതെ തന്നെ നിങ്ങളുടെ സ്വന്തം വെബ്സൈറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇതിന് ഷോപ്പിഫൈ, വേർഡ്പ്രസ് അല്ലെങ്കിൽ ദുക്കാൻ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ എടുക്കാം. പേയ്മെൻറ്റ് ഗേറ്റ്വേക്ക് വേണ്ടിയിട്ട് റൈസർ പേ, ക്യാഷ് ഫ്രീ അതേപോലുള്ള പേയ്മെൻറ്റ് ഗേറ്റ്വേ പ്ലാറ്റ്ഫോമുകൾ വേണമെങ്കിൽ ചൂസ് ചെയ്യാം. റൈസർ പേ മുതലായവ ചൂസ് ചെയ്യാം. ശേഷം വരുന്നതാണ് മാർക്കറ്റിംഗ്. മാർക്കറ്റിങ്ങിൽ പ്രാധാന്യം അർഹിക്കുന്നത് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യേണ്ടത് പെയ്ഡ് അഡ്വർടൈസിങ്ങിലായിരിക്കണം. അപ്പോൾ അവിടെ കൂടുതലായിട്ടും ഫേസ്ബുക്ക് ആഡ്സും ഗൂഗിൾ ആഡ്സിലും സ്പെൻഡ് ചെയ്യേണ്ടതായി വരുന്നുണ്ട്. അതേപോലെ തന്നെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നിങ്ങൾ സെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ ആമസോണിൻ്റെ അകത്തും ഫ്ലിപ്കാർട്ടിൻ്റെ അകത്തും മികച്ച രീതിയിൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുകയും വേണം. അതുകൂടാതെ തന്നെ ഗൂഗിൾ ഷോപ്പിംഗ്, ഇവിടെ നിങ്ങളുടെ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യേണ്ടതാണ്. അത് മുഖേന നിങ്ങൾക്ക് നിങ്ങളുടെ സെയിൽസ് നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. കൂടാതെ കസ്റ്റമർ എന്ന ഫീഡ്ബാക്ക് ശേഖരിക്കുകയും കസ്റ്റമർക്ക് പ്രൊഡക്റ്റ് അയച്ചു കൊടുത്ത് കൊളാബറേഷൻ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എല്ലാം തന്നെ ചെയ്ത് ധാരാളം ഓഡിയൻസിനെ നിങ്ങൾ ബിൽഡ് ചെയ്യേണ്ടത് അനിവാര്യമാണ്. കൂടാതെ SEO, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, അതായത് കസ്റ്റമർ എന്താണോ സെർച്ച് ചെയ്യുന്നത് അത് മനസ്സിലാക്കി അതിന് വേണ്ടുന്ന കീവേഡുകളും ആർട്ടിക്കിളുകളും എല്ലാം തന്നെ നിങ്ങളുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്ന വഴി ഓർഗാനിക്കായിട്ടും കൂടുതൽ ട്രാഫിക് നിങ്ങളുടെ വെബ്സൈറ്റിലോട്ട് കൊണ്ടുവരാൻ അത് കാരണമായി തീരുകയും ചെയ്യും. കൂടാതെ ഏതൊക്കെ പ്രോബ്ലംസ് ആണ് സോൾവ് ചെയ്യുന്നത് ആ പ്രോബ്ലത്തെ അഡ്രസ്സ് ചെയ്യുന്ന തരത്തിൽ വേണം അഡ്വർടൈസിങ് ക്രിയേറ്റീവുകൾ നിങ്ങൾ അവിടെ നിർമ്മിക്കേണ്ടത്. എന്നാൽ മാത്രമായിരിക്കും കുറഞ്ഞ കോസ്റ്റിൽ കൂടുതൽ കസ്റ്റമറെ നിങ്ങൾക്ക് അക്വയർ ചെയ്തെടുക്കാൻ സാധിക്കുന്നത്. അത് മുഖേന അപ് സെല്ലിങ്ങും നെക്സ്റ്റ് സെല്ലിങ്ങും ക്രോസ് സെല്ലിങ്ങും എല്ലാം തന്നെ ഇതിലൂടെ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. നെക്സ്റ്റ് പോർഷനാണ് എങ്ങനെ ഷിപ്പ് ചെയ്യും എന്നത്. നിങ്ങൾ ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെയാണ് ഷിപ്പ് ചെയ്യുന്നതെങ്കിൽ പല മാർഗ്ഗങ്ങളുണ്ട്. FBA, FBM മുതലായവ. FBA എന്ന് പറയുമ്പോൾ ആമസോണിൻ്റെ വെയർഹൗസിൽ വെച്ച് അവർ പാക്ക് ചെയ്ത് ഷിപ്പ് ചെയ്തോളും. FBM ആവുന്ന സമയത്ത് നമ്മൾ തന്നെ പാക്ക് ചെയ്ത് ഷിപ്പ് ചെയ്യണം. ഇനി ഓൺ വെബ്സൈറ്റ് മുഖേന ആവുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ഷിപ്പ് റോക്കറ്റ് അല്ലെങ്കിൽ നിംബസ് പോസ്റ്റ് മുതലായവ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അങ്ങനെ ആവുന്ന സമയത്ത് മൾട്ടിപ്പിൾ കൊറിയർ പ്ലാറ്റ്ഫോമുമായി ഇൻ്റഗ്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ ഇതിലൂടെ സാധിക്കുകയും ചെയ്യും. അപ്പോൾ കസ്റ്റമർക്ക് അത് വേഗത്തിൽ ഡെലിവറി കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ അച്ചീവ്മെൻ്റ് ആയിരിക്കും. കൂടുതൽ സെയിൽസും ഇതുവഴി നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. കസ്റ്റമർക്ക് സാറ്റിസ്ഫൈഡ് ആവുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങളിലൂടെയാണ് നിങ്ങളൊരു ഇലക്ട്രോണിക്സ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ കടന്നു പോകേണ്ടത്. ഈ വീഡിയോ വളരെ വിവരമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എന്തെങ്കിലും കമൻറ്റുകൾ അല്ലെങ്കിൽ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കാം. അതിന് പ്രോപ്പറായിട്ട് മറുപടി നൽകാൻ ഞാൻ ശ്രമിക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, അതായത് ഓൺലൈൻ മുഖേന പ്രൊഡക്റ്റ് സെയിൽസിനെ കുറിച്ച് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്യാം. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.